നമ്മളിത് ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന അക്രമവാസന എന്നുള്ള തരത്തിലേക്ക് കൂടി ഇതിനെ കാണണമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം റാഗിങ് എന്നുള്ളതിനപ്പുറത്തേക്ക് റാഗിങ് എന്നുള്ളത് ഒരു മറ്റൊരു കാര്യമാണ്. പക്ഷെ ഇവിടെ ഈ പല സംഭവങ്ങൾ നമ്മൾ കാണുമ്പോൾ ഈ റാഗിങ്ങിൻ്റെ പേരിൽ നടക്കുന്ന ക്രൂരമായ ആക്രമണം അത് പരിധികൾ മുഴുവൻ കടന്നുകൊണ്ടുള്ള ആക്രമണത്തിലേക്കാണ് പോകുന്നത്. എല്ലാം കൗമാരക്കാരാണ് എന്നുള്ളത്. ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അതൊക്കെ ഈ കൗമാരപ്രായത്തിലുള്ള കുട്ടികളൊക്കെ തന്നെയാണ്. ഇതിൻ്റെ എക്സ്റ്റൻഷനാണ്. ഇപ്പോൾ +1 ആണെങ്കിൽ 1-ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥി, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്, അങ്ങനെ അല്ലെങ്കിൽ വെറ്ററിനറി കോളേജ്, ഇങ്ങനെയുള്ള ഈ ഒരു ഏതാണ്ട് ഒരേ പ്രായമാണ്, കൗമാരം വിടാത്ത പ്രായത്തിലുള്ളവർ തന്നെയാണ് എന്നതാണ്. ഇത് എന്താണ് നമ്മളുടെ കുട്ടികൾക്ക് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഒരു സംഭവമൊന്നുമല്ല. തുടർച്ചയായി പലയിടങ്ങളിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു കുട്ടിയെ 11-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ആക്രമിക്കുന്നു. ആ കുട്ടിയുടെ ശരീരത്തിലൊക്കെയുള്ള മുറിവുകളും ഒക്കെ നമ്മളത് നേരത്തെയൊക്കെ ന്യൂസിൽ കാണിക്കുകയും ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ക്രൂരമായി ആക്രമിക്കാനുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മളുടെ കുഞ്ഞുങ്ങൾ പോകുന്നു. ഡോക്ടർ, അല്ല, യഥാർത്ഥത്തിൽ ഇത് റാഗിങ് എന്നോ കൗമാരക്കാരുടെ ഇടയിലോ പ്രശ്നം എന്നതിനപ്പുറം സമൂഹത്തിൽ വയലൻസ് കൂടിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമൂഹത്തിൽ പല രീതിയിൽ വയലൻസ് കൂടുന്നുണ്ട്. നമുക്ക് ദിവസവുമുള്ള പത്ര റിപ്പോർട്ടുകൾ കണ്ടാൽ തന്നെ അത് മനസ്സിലാകും. ഇപ്പോൾ ഒരു വാഹനം ഓടിക്കുകയാണെങ്കിൽ നമ്മുടെ വാഹനത്തിൽ ഒരാളുടെ അയാൾ കുറച്ച് റാഷ് ഡ്രൈവിങ് നടത്തിയിട്ട് നമ്മുടെ വാഹനത്തിൻ്റെ മുന്നിൽ കയറി ഒന്ന് തട്ടുകയോ ചെയ്ത് കഴിഞ്ഞാൽ, കാറാണെങ്കിൽ കാറിൻ്റെ ഗ്ലാസ് താഴ്ത്തി സംസാരിക്കാൻ നമ്മുടെ നാട്ടിൽ എത്ര പേർക്ക് ധൈര്യമുണ്ട്? ഇനി ബൈക്കാണെങ്കിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അയാൾ നമ്മുടെ പള്ളക്ക് പിച്ചാത്തി കയറ്റില്ല എന്ന് വിചാരിക്കാൻ നമുക്ക് സാധിക്കുമോ? അത്രത്തോളം വയലൻസ് സമൂഹത്തിൽ കൂടുന്നുണ്ട്. ഈ വയലൻസ് സ്വാഭാവികമായിട്ടും കൗമാരക്കാരുടെ ഇടയിലും കുട്ടികളുടെ ഇടയിലേക്ക് വരുന്നുണ്ട്. അത് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിലാകുമ്പോൾ വയലൻസ് ജൂനിയർ സ്റ്റുഡൻസിനോട് കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ സമപ്രായക്കാരോട് കാണിക്കുമ്പോൾ അതിന് റാഗിങ് എന്ന് നമ്മൾ പറയുന്നു എന്നുള്ളത്. യഥാർത്ഥത്തിൽ സമൂഹത്തിൽ കൂടുന്ന വയലൻസിനെയാണ് ഇത് കാണിക്കുന്നത്. ഇനി ഈ വയലൻസ് ഒരു സമൂഹത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ റിപ്പോർട്ടിംഗ് മെക്കാനിസം എങ്ങനെയായിരിക്കണം, അതിനെതിരായിട്ടുള്ള നടപടികൾ എന്തായിരിക്കണം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇത്തരത്തിൽ റോഡിൽ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ പോലീസിനെയോ മറ്റ് അധികാരികളെയോ വിളിക്കുക എന്നുള്ളതാണ്. ആദ്യം നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇതിലൊരാൾക്ക് പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അടിയന്തിരമായ വൈദ്യ ചികിത്സ എത്തിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് അതിൻ്റെ നിയമ സംവിധാനങ്ങളാണ്. ഇപ്പോൾ ഈ സ്കൂളിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് പറഞ്ഞതിൽ നിന്ന് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്? ആ കുട്ടിക്ക് ശാരീരികമായ പരിക്കുകളോ മറ്റോ ഉണ്ടോ എന്നറിയാനുള്ള ഒരു പ്രാഥമിക വൈദ്യശാസ്ത്ര പരിശോധന ഇവിടെ നടത്തിയിട്ടില്ലെന്നേ. ഒരു മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയിട്ടില്ല. നോക്കൂ, നമുക്കറിയാമല്ലോ, നമ്മളിപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വയനാട്ടിൽ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞ് വന്ന് വീട്ടിൽ തളർന്ന് കിടക്കുകയാണ്. ആ തളർന്ന് കിടക്കുമ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായതിൻ്റെ ബോധക്കേടാണ് ആ കുട്ടി കാണിച്ചത്. താമരശ്ശേരി, അതെ. ഇതിനൊക്കെ ആരാണെന്നേ സമാധാനം പറഞ്ഞത്? എനിക്ക് മനസ്സിലാവാത്തത്, ഇത്രയുമൊക്കെ ആയിട്ടും ഇവരൊന്നും ഇത് പഠിക്കുന്നില്ലേ? ഇവർക്കൊന്നും ഇത് മനസ്സിലാകുന്നില്ലേ? നോക്കൂ, നവോദയ വിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേക സ്കീം അനുസരിച്ച് ഉണ്ടാക്കുന്ന സംവിധാനമല്ലേ? അവിടെ ഇതിനൊക്കെ ഒരു പ്രോട്ടോകോളൊന്നും ഇല്ലേ? ഇനിയും ഈ സമയത്തും ഈ 2025-ലും ഇത് സംസാരിക്കേണ്ട ഗതികേടിലേക്കാണോ നമ്മളെ ഇവരൊക്കെ എത്തിച്ചിരിക്കുന്നത്? ഇനി ആദ്യം ഈ വൈദ്യശാസ്ത്രമായ പരിശോധന നടന്നു കഴിഞ്ഞിട്ട് ആ കുട്ടിക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. ആ തലയിലോ മറ്റോ ഇവർ തല്ലുന്നു എന്ന് പറയുമ്പോൾ തലയിലോ മറ്റോ തല്ലിയിട്ടില്ല എന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അതിന്റെ പരിശോധന നടക്കണ്ടേ? രണ്ടാമത് എന്താ ചെയ്യേണ്ടത്? അതെ, നമുക്കത് പിതാവിനോടൊന്നുകൂടി ഒന്ന് ചോദിക്കാം. ശ്രീ രതീഷ്, ഏതായാലും വിശദമായ പരിശോധന തന്നെ നടത്തിയല്ലോ അല്ലേ? മകനെ പിന്നീട് താങ്കൾ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും സ്കാനിങ് ഉൾപ്പെടെ വേണ്ടി വന്നാൽ അത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ആ തരത്തിലേക്കൊക്കെയുള്ള എല്ലാ പരിശോധനകളും ഒക്കെ നടത്തിയല്ലോ അല്ലേ? അതെ. നമ്മൾ അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ്, താലൂക്ക് ആശുപത്രിയിലാണ് പോയത്. അന്നേരം അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ഫസ്റ്റ് എയ്ഡ് എന്നുള്ള ലെവലിൽ അവരെല്ലാം ചെയ്തു. പിന്നെ ബാക്കിയുള്ളതെല്ലാം റിപ്പോർട്ടുകളെല്ലാം തന്നിട്ടുണ്ട് പുറത്ത് ചെയ്യാനായിട്ടുള്ളത്. പിന്നെ മെഡിസിനും എല്ലാം തന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയത്, അവിടെ പരാതി കൊടുക്കാനും. പിന്നെ ചൈൽഡ് ലൈനിൽ അറിയിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ചൈൽഡ് ലൈനിൽ അറിയിച്ചു. അങ്ങനെ നേരെ പിന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ട് അവർ നമ്മളെ മണിക്കൂറുകളോളം ഇരുത്തി, അവർക്ക് ഇവിടെ നിന്നുള്ള സ്കൂൾ മാനേജ്മെൻറ്റ് ഭാഗത്തു നിന്ന് കുറേ വിളികളും കാര്യങ്ങളും ചെന്നിട്ടുണ്ടാകാമെന്നാണ് എനിക്ക് അന്നേരം മനസ്സിലായി തുടങ്ങിയത്. അവരിത് എങ്ങനെയെങ്കിലും ഒതുക്കി തീർത്ത് വിടാമെന്നുള്ള രീതിയിലായിരുന്നു അവരുടെ ഒരു സമീപനം നമ്മുടെ അടുത്തുണ്ടായത്. ഏറ്റവും ലാസ്റ്റ് അവർ പറഞ്ഞു ഇത് FIR ഒന്നും ഇടാൻ പറ്റത്തില്ല, ഇത് രണ്ടുപേരും ജുവനൽ ഇതായതുകൊണ്ട് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പം
ഏറ്റവും ലാസ്റ്റ് ഞങ്ങളൊരു 9:30 കഴിഞ്ഞ് ആണ് ആ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് ഞാനും വൈഫും മോനും കൂടെ, ആ വയ്യാത്ത മോനും ഞങ്ങൾ 3 പേരും തിരിച്ചു വരുന്നത്. ഞങ്ങൾ ഒരു 3:30 മണിക്ക് 4 മണിക്കകത്ത് സ്റ്റേഷനിൽ ചെന്നവരാണ്. അതെ, അപ്പോൾ ഈ ഇത്തരത്തിലേക്കൊരു സ്വാധീനത്തിനുള്ള ശ്രമം പോലും ഈ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നാണ് താങ്കൾ സംശയിക്കുന്നത്. ഇത് ഒരു കേസാക്കരുത്, ഇതൊരു പരാതിയാക്കി മാറ്റരുത്, ഇത് ഒതുക്കി തീർക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലേ? അതെ 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 ചൈൽഡ് ലൈനിനെ അവർ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന്. അപ്പോൾ ഈ ചൈൽഡ് ലൈൻ അധികൃതർ എന്താണ് താങ്കളോട് എന്തെങ്കിലും ഉറപ്പ് നൽകുകയോ, എന്താണ് അവർ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട്, ശ്രീ രതീഷ്? ചൈൽഡ് ലൈനിൽ ഞാൻ പിന്നെ അവരെ വിളിച്ചു. അവർ നമുക്ക് നല്ല ഒരു ഇത് തന്നെയാണ്, അവർ പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടിയാണ് നമുക്ക് തന്നത്. അവർ നാളെ മോനെ കാണാൻ വരുന്നുണ്ട്, സ്കൂളിൻ്റെ ഭാഗത്ത് പോകുന്നുണ്ട്. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഇതുണ്ടായത്. അതായത് ഇത് ഒരു കേസ് അങ്ങനെ ഒരു വലിയ ലെവലിൽ പോകണ്ട എന്നുള്ള ഒരു സമീപനം പോലെ നമുക്കുണ്ടായി. പിന്നെ മോൻ്റെ നമ്മളൊരു പരാതി പോലെ സ്റ്റേഷനിൽ എഴുതി കൊടുത്തില്ല, മോൻ്റെ മൊഴി അവരെടുക്കുകയായിരുന്നു. ഒരു പരാതി പോലെ നമ്മളവിടെ എഴുതി കൊടുത്തിട്ടില്ല. മോൻ്റെ മൊഴി എടുത്താൽ മതി എന്നുള്ള രീതി മോൻ്റെ മൊഴി എടുത്ത് ഒരു കമ്പ്യൂട്ടറിൽ പ്രിൻ്റ് എടുക്കുമായിരുന്നു, ഓരോ വാചകങ്ങളും അവൻ്റെ കൊണ്ട് പറഞ്ഞു. അതെ, നിങ്ങൾ കാണുന്ന അല്ല, മോൻ ആദ്യം ഈ ആക്രമണം നടന്നതിന് ശേഷം മോൻ ബോധരഹിതനായി പോയി, അല്ലേ? അതെ 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 അത് അവർക്ക് ബാക്കിയുള്ള കുഞ്ഞുങ്ങൾക്കും അവിടെയുള്ള സ്റ്റാഫിനെല്ലാം അറിയാം. ബോധരഹിതനായി പോയി. അവനെ പൊക്കിയെടുത്ത് അവൻ താമസിക്കുന്ന അവനെ താമസിക്കുന്ന ആ ഹോസ്റ്റലിലോട്ട്, അവൻ്റെ ഇതിലോട്ട് സെക്ഷനിലോട്ട് അവനെ പൊക്കിയെടുത്തുകൊണ്ട് അവൻ്റെ ബെഡിലോട്ട് കൊണ്ടുപോകുമായിരുന്നു. അതെ, അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ആക്രമണം നടന്നത്? മറ്റു കുട്ടികൾ, ഈ +1 വിദ്യാർത്ഥികൾ ഏത് തരത്തിലേക്കാണ് ആക്രമിച്ചത് അല്ലെങ്കിൽ മർദ്ദിച്ചത് എന്നൊക്കെയുള്ളത് മോൻ വിശദമായി പറഞ്ഞോ? മോന് പറഞ്ഞ് എന്തിനാണെന്നൊന്നും അവർക്കറിയത്തില്ല. അവരെ ഓരോന്ന് 10th ഒരു ക്ലാസ്സിലെ പയ്യൻ വന്ന് 11th വിളിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ 11th ക്ലാസ്സിലോട്ട് പോയപ്പോൾ അവൻ്റെ കൂടെ പഠിക്കുന്ന ആ ഹൗസിലുള്ള 2 കുട്ടികളെ അവിടെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ കാണുന്നത്. അത് കഴിഞ്ഞ് അടുത്തത് ഇവൻ ചെന്നപ്പോൾ ഇവൻ്റെ നേരെയായി ഓരോ ചോദ്യങ്ങൾ. ഇവന് ബെഡിൽ 2 പേരും ഒരുമിച്ച് ചേർന്ന് കിടക്കാറുണ്ടോ, അങ്ങനെയൊക്കെയുള്ള മോശമായിട്ടുള്ള ഒരു ചോദ്യങ്ങളാണ് അവനെ ചോദിച്ചുകൊണ്ട്, നിൻ്റെ കൂടെ ആരൊക്കെയാണെന്ന്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇവർ 6ാം ക്ലാസ്സിലെങ്ങാണ്ട് അവിടെ ഒരുമിച്ച് വാർഡനെങ്ങാണ്ട് രാത്രിയിലെ സമയത്തെങ്ങാണ്ട് പറയുമെന്ന് ഇവരുടെ അടുത്ത്, എടാ കുറച്ച് ഒരു ബെഡ് വല്ലതും കാലിയാക്കി താ, എനിക്കിവിടെ ഒന്ന് കിടക്കണമെന്ന് പറയുമ്പോൾ ഇവർ മാറി അടുത്ത ബെഡിലോട്ട് മാറിക്കൊടുക്കുമായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇവർ കണ്ട് ആ ഒരു കാഴ്ച ഇവർ ചോദ്യം ചെയ്യും, നിങ്ങൾ 2 പേരുടെ ഒരേ ബെഡിൽ എങ്ങനെ കിടക്കുന്നത്, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെയുള്ള ഓരോ ചോദ്യങ്ങൾ ചോദിച്ചാണ് മോനെ അവർ ക്രൂരമായിട്ട് മർദ്ദിച്ചത്. അതെ, അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇത് എങ്ങനെയാണ്, ഏത് തരത്തിലേക്കാണ് ഈ ആക്രമണം നടത്തിയത് എന്നത് മോൻ വിശദമായി പറഞ്ഞോ? എങ്ങനെയാണ്? ഇപ്പം നമ്മൾ ഈ നഴ്സിംഗ് കോളേജിലേക്ക് ഇത് അതിക്രൂരമായി, നമുക്കത് പറയാൻ പോലും പറ്റാത്ത തരത്തിലേക്ക് ക്രൂരതയാണ് ആ കുട്ടികൾ കാണിച്ചിട്ടുള്ളത്. അപ്പം ഇവിടെ എങ്ങനെയായിരുന്നു? ഇവിടെ ആ ലെവലിലേക്ക് പോയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ എങ്ങനെയാണ് എന്നുള്ളത് മകൻ പറഞ്ഞോ? അതെ അതെ മോൻ പറഞ്ഞത് ഓരോ ചോദ്യം ചോദിക്കുക, ഇടത്ത് കൈക്ക് ഒരാൾ വലത്ത് നിന്നുകൊണ്ട് വലത്ത് ചെള്ളയ്ക്ക് അടിക്കുക, ഒരാൾ ഇടത്ത് നിന്നുകൊണ്ട് ഇടത്ത് ചെള്ളയ്ക്ക് അടിക്കുക, പിന്നെ കുനിച്ച് നിർത്തി ഇടിക്കുക, വയറ്റിനിടിക്കുക. ഓരോ ചോദ്യങ്ങൾക്കും ഓരോ രീതിയിലുള്ള ആക്രമണങ്ങളായിരുന്നു. ഇവർ 3-4 പേര്, 5-6 പേര് ചേർന്ന് ഇവരെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. ഏറ്റവും ലാസ്റ്റ് അത്രയും ഇടി കൊണ്ടിട്ടാണ് കുഞ്ഞിൻ്റെ പേടിച്ചും കുഞ്ഞ് വേദനയും അനുഭവപ്പെട്ട് കുഞ്ഞിൻ്റെ ബോധം രഹിതമായത്. ശരി, ബോധരഹിതനായതിനു ശേഷം മറ്റുള്ളവരെടുത്തുകൊണ്ട് പോയി, അല്ലേ? അപ്പോൾ എല്ലാവരും പേടിച്ചു. അതെ 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 വാർഡൻ അത് കഴിഞ്ഞു. ഈ ബോധരഹിതനായി കഴിഞ്ഞപ്പം ഈ ഇടിച്ചവർ തന്നെയാണ് അവനെ കാലും എല്ലാം തിരുമ്മി കൊടുക്കുകയും കൈയും കാലും എല്ലാം തിരുമ്മി കൊടുക്കുകയും അവൻ്റെ മുഖത്ത് വെള്ളം തെളിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നത്. അതിനുശേഷം അവർ പെട്ടെന്ന് ബാക്കിയുള്ള കുട്ടികളെല്ലാം കൂടെ അറിഞ്ഞ് അവർ പോയി വാർഡനെ വിളിച്ചുകൊണ്ട് വന്നു. വാർഡൻ പോയി പിന്നെ അവിടുത്തെ ടീച്ചേഴ്സിനെ എല്ലാം വിളിച്ചുകൊണ്ട് വരുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അവിടെ നേഴ്സ് മാഡം വരെ ഉണ്ട്, അവർ പോലും അവിടെ നിന്ന് ഫസ്റ്റ് എയ്ഡ് ചെയ്യാനോ അവിടെ എത്തിയിട്ടില്ല.